ബി.ജെ.പി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷവുമൊക്കെ പറഞ്ഞു നടന്നത് ക്രിസ്ത്യൻ സ്നേഹം, ക്രിസ്ത്യാനികളോട് അതിരറ്റ സ്നേഹം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ബിഷപ്പ് ഹൗസുകൾ തോറും കയറി ഇറങ്ങി പൊന്നാട അണിയിക്കലും പൂച്ചെണ്ട് കൊടുക്കലും മധുര വിതരണവും മധുരം പങ്കുവെക്കലും ഒക്കെ ആയിരുന്നു ബി.ജെ.പിയുടെ ഒരു പ്രധാന അജണ്ട. ക്രിസ്ത്യൻ വോട്ട് ലഭിക്കുമെന്ന് മുനമ്പത്ത് പോയി കസർത്ത് കാണിച്ചതും അതിനൊക്കെ വേണ്ടിയായിരുന്നു. എന്നാൽ ബി.ജെ.പി. പഴയ വർഗീയ കുപ്പായം എടുത്ത് അണിഞ്ഞു കഴിഞ്ഞു. അത് വന്ന് പറഞ്ഞത് സാക്ഷാൽ അമിത്ഷാ തന്നെയാണ്. അക്കാര്യം പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് പോയത്. മുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇലക്ഷൻ റാലി സമയത്ത് മോദിയും അമിത്ഷായും ഒക്കെ ഇങ്ങനെ പറയുമായിരുന്നു, മുസ്ലിങ്ങളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പരസ്യമായി തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയുമായിരുന്നു. വർഗീയത പച്ചയ്ക്ക് വിളിച്ചു പറയുമായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ ചിലപ്പോഴും വല്ലപ്പോഴും ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമായിരുന്നു ഇവർ. കർണാടകയിൽ അങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. തമിഴ്നാട്ടിലും കേരളത്തിലും അങ്ങനെ ഒന്നും വന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള വിത്തുകൾ ഇട്ടാൽ മുളയ്ക്കുകയില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോ അമിത്ഷാ വന്ന് നേരിട്ട് തന്നെ പറയുകയാണ്. ഇതെന്താണ്? ക്രിസ്ത്യാനികളെ നിങ്ങൾ പ്രീതിപ്പെടുത്താൻ നോക്കി, പക്ഷെ ക്രിസ്ത്യാനികളുടെ വോട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ ജോസ് കെ മാണി വന്നതില്ല. ക്രിസ്ത്യൻ ബെൽറ്റിന്റെ വോട്ട്, നിങ്ങളുടെ പ്രചരണം കൊണ്ട് ക്രിസ്ത്യൻ ബെൽറ്റിന്റെ വോട്ട് മുഴുവൻ UDF-നാണ് പോയത്. ആ വോട്ടുകൾ നമുക്ക് ലഭിക്കാതെ പോയി. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയണം. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ബി.ജെ.പിക്ക് വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു പ്രീണന നയങ്ങളുമായി മുന്നോട്ട് പോവുക, മറ്റ് ജാതി സമുദായ വർഗങ്ങളെ അവഗണിക്കുക, അവരെ നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെ നിർത്തുക എന്ന് ചുരുക്കം. പോസ്റ്ററുകളിൽ പോലും ബി.ജെ.പിയുടെ പരമ്പരാഗതമായ നിറങ്ങളൊക്കെ മാറ്റി മറ്റ് നിറങ്ങൾ, പിന്നെ മാർപ്പാപ്പയുമായി നേതാക്കളുടെ കൂടിക്കാഴ്ച, ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ച, ഇതിന്റെ ചിത്രങ്ങളൊക്കെയാണ് ബി.ജെ.പി. ഇറക്കിയതെന്ന് ഓർമ്മ വേണം, ഓർത്തു നോക്കണം. എന്നിട്ട് ഇപ്പോൾ അത് പറയുകയാണ്, 1000 ഹിന്ദു സംഗമങ്ങൾക്ക് RSS നേതൃത്വം കൊടുക്കും. അവിടെയൊക്കെയും ശബരിമല തന്നെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഈ ശബരിമല ഇവരെടുത്തു വെച്ച് ഉടുക്കുന്നതിൽ അല്ലെങ്കിൽ എടുത്തു വെച്ച് വിൽപ്പന നടത്തുന്നതിൽ ഒരല്പം ഉളുപ്പെങ്കിലും ഇവർക്ക് വേണം. ശാസ്താവിനെ പ്രകീർത്തിച്ചുള്ള കീർത്തനങ്ങളും എഴുത്തുകളും അല്ലെങ്കിൽ അനുബന്ധ സംഭവ പരമ്പരകളും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം. അയ്യപ്പ ഭഗവാനെ അപമാനിക്കാനും അവഹേളിക്കാനും അയ്യപ്പ ഭഗവാന്റെ പേരിൽ കട്ടുമുടിച്ച് അല്ലെങ്കിൽ വോട്ട് നേടിയൊക്കെ വരുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. വിജയ് മല്യ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി, അവസാനം തന്ത്രി വരെ അകത്തായി, തന്ത്രി വരെ അകത്താകുന്ന സ്ഥിതി. അതുകൊണ്ട് അയ്യപ്പ ഭഗവാനെ തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഒരു നിരീശ്വരവാദിയായ സുഹൃത്ത് ഈ തന്ത്രിയെ കാണാൻ പോയ കഥ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. നിരീശ്വരവാദിയായ സുഹൃത്ത് പോലും അവസാനം പറയുകയാണ്, ഇമാതിരിയുള്ള കള്ളന്മാരെയൊക്കെ അഴിക്കുള്ളിലാക്കണമെങ്കിൽ അവിടെ 18ാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന ആളിന് എന്തൊക്കെയോ ശക്തി ഉണ്ട്, അവിടെ ഇരിക്കുന്നത് അയ്യപ്പൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് നിരീശ്വരവാദിയായ എൻ്റെ ഒരു സുഹൃത്ത് പോലും അവസാനം സാക്ഷ്യപത്രം നൽകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബി.ജെ.പി. RSSകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അയ്യപ്പനെ ഇല്ലാത്ത കഥയുടെ പേരിൽ, ഇല്ലാത്ത വസ്തുതകളുടെ പേരിൽ നിങ്ങളെടുത്ത് പൊതുനിരത്തിലിടുകയാണ്. എന്നിട്ട് അത് പറഞ്ഞ് വിലപേശുകയാണ്. ഇത് ഭൂരിപക്ഷ ഹിന്ദു സമൂഹം ഇത് തിരിച്ചറിയാതെ പോകുന്നുവെന്ന് നിങ്ങൾ കരുതരുത്. അതിന് സുപ്രധാന ഉദാഹരണമാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് വരെ വ്രതം നോറ്റ് 40 നാൾ വ്രതം നോറ്റ് സ്വാമിയെ അയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ഉരുവിട്ട് ഇരുമുടി കെട്ടുമേന്തി ശബരിമല തീർത്ഥാടനത്തിന് നമ്മുടെയൊക്കെ ഇടവഴികളിൽ നിന്നും നമ്മുടെയൊക്കെ വീടുകളുടെ അയൽപക്കത്ത് നിന്നും നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും ധാരാളം ചെറുപ്പക്കാരും ധാരാളം മുതിർന്ന ആളുകളും ഗുരുസ്വാമിമാരും ഒക്കെ പോയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ വഴുതി മാറിയിരിക്കുന്നു കേരളം. മലയാളികളാരും ശബരിമലയിലോട്ട് പോകാതെയായി. കാരണം എന്താണ്? ഇമാതിരിയുള്ള നുണപ്രചരണങ്ങളിൽ മനസ്സുമെടുത്തിട്ടാണ് ഇവർ പോകാത്തത്. ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ബി.ജെ.പിക്ക് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് വോട്ട് കിട്ടിയാൽ അത് ശബരിമല അയ്യപ്പന്റെ വിഷയത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ വർഗീയ അജണ്ട, അല്ലെങ്കിൽ 1000 ഹിന്ദു സംഗമങ്ങൾ നടത്തി ശബരിമല അയ്യപ്പനെ CPM-ഉം ഇടതുമുന്നണിയും കൊള്ളയടിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത, ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞേ തീരൂ. കാരണം അവിടെ എന്താണ് നടന്നത്? ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരൊറ്റ സംഭവം പോലും അവിടെ നടക്കില്ല. സർക്കാരിന് നേരിട്ട് പങ്കൊന്നുമില്ല. അവിടുത്തെ ഭരണം നടത്തുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആളുകളെ ചികഞ്ഞു നോക്കാൻ പറ്റില്ല. ചക്ക
കുത്തിനോക്ക് ചൊളയെടുത്ത് വിളഞ്ഞോ എന്ന് നോക്കുന്നത് പോലെ ഈ ഇരിക്കുന്ന ആളുകളെ ഇവൻ അഴിമതിക്കാരനാണോ, ഇവൻ ശർക്കര പാനയിൽ കൈയിട്ടാൽ നക്കുമോ, അരവണ കട്ടുകൊണ്ടുപോകുമോ, അരവണയ്ക്കുള്ള പൈസ കട്ടുകൊണ്ടുപോകുമോ, അതോ അവിടെ നിന്ന് അയ്യപ്പ സ്വാമിയെ തന്നെ അടിച്ചുകൊണ്ടു പോകുമോ എന്നൊന്നും പിണറായി വിജയനോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട നേതാക്കൾക്കൊന്നും ചികഞ്ഞു നോക്കാൻ പറ്റുകയില്ല. അവിടെ ചെന്നിരുന്നിട്ട് കിട്ടിയ തക്ക നോക്കി അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവന്മാരൊക്കെയും അഴിക്കുള്ളിലാക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ഇടത് സർക്കാർ പോകുന്നത്. അപ്പോഴാണ് തികച്ചും വർഗീയത പറഞ്ഞ് തികച്ചും സ്വാമി അയ്യപ്പനെ തെരുവിലിറക്കി വോട്ട് നേടാനുള്ള BJPയുടെ കുതന്ത്രവും വർഗീയ വിഷവും പുറത്തിറക്കുന്നത്. അതിന് അമിത്ഷാ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യൻ പതിപ്പ് നമ്മുടെ നാട്ടിലും താമസിയാതെ തന്നെ ആവർത്തിക്കപ്പെടും. ഇനി യുവന്മാർ തിരുവനന്തപുരത്ത് മേയറായി, നാട്ടിൽ 1-2 സ്ഥലത്ത് നിയമസഭാ സീറ്റുകളും കിട്ടി, കുറച്ചുകൂടി ശക്തി തെളിയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരുന്ന BJPയെ CPM-നെയോ കോൺഗ്രസിനെയോ വിമർശിക്കുന്നത് പോലെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് RSSകാരെയോ BJPക്കാരെയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെരുവുനീളെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലും ഇവർ. കാരണം ഇവർക്ക് സഹിഷ്ണുതയില്ല, ജനാധിപത്യ ബോധമില്ല, ഭരണഘടന മൂല്യങ്ങളോട് പരമപുച്ഛമാണ്, വർഗീയത മാത്രം, ശുദ്ധ വർഗീയത. KC വേണുഗോപാലിന് തന്നെ അവസാനം സമ്മതിക്കേണ്ടി വന്നില്ലേ, ഭയപ്പെടുത്തിയുള്ള ഭരണമാണ്, ഭരണഘടന ലംഘനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കാണാനും കേൾക്കാനും വേണ്ടിയാണ്. അവർ കാണുമെങ്കിൽ കേൾക്കുമെങ്കിൽ ഇക്കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചു കൊണ്ടുപോയത് ഇടത് സർക്കാരോ ഇടതുമുന്നണി നേതാക്കളോ ഒന്നുമല്ല. അവിടെ താക്കോൽ സ്ഥാനത്തിരുന്ന ആളുകൾ ഏതെങ്കിലും അവസരത്തിൽ പാർട്ടിക്കാരോ പാർട്ടി നേതാക്കളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒക്കെ തന്നെയും അഴിക്കുള്ളിലാക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോകുന്ന സർക്കാരാണിത്. അവരെ തോൽപ്പിക്കാൻ വർഗീയതയുടെ ചീട്ടുമിറക്കി വിഷം വിതച്ച് വിഷം വിതറി ഹിന്ദു സംഗമങ്ങൾ നടത്താനുള്ള RSSന്റെയും BJPയുടെയും ഒക്കെ തീരുമാനം വോട്ട് പിടിക്കാനുള്ള വോട്ട് രാഷ്ട്രീയത്തിന്റെ അപമാനകരമായ ലെവലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.